So, hello. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മൾ ഡിഫറെൻ്റ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻസ് നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ഡിറൈവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തിരുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ നമ്മൾ ക്ലാസിക്കൽ മൈക്രോ കാനോണിക്കൽ എൻസംബിൾ മറ്റൊക്കെ കൺസിഡർ ചെയ്തപ്പോൾ ഇവിടെ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇൻ ക്വാണ്ടം മെക്കാനിക്കൽ മൈക്രോ കാനോണിക്കൽ എൻസംബിൾ എന്ത് ചെയ്തു നമ്മൾ കൺസിഡർ ചെയ്തു. എന്നിട്ട് 3 സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ലോഗ് ഒമേഗ ഓഫ് എൻ ഐ, ബേസിക്കലി അത് മൈക്രോസ്റ്റേറ്റ് ആണ്, ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ലോഗ് ഒമേഗ ഓഫ് എൻ ഐ എന്ത് ചെയ്തു നമ്മൾ കണ്ടുപിടിച്ചു. സിമിലർലി നമ്മൾ കാനോണിക്കൽ എൻസംബിളിൽ കടന്നു, ക്വാണ്ടം മെക്കാനിക്കൽ കാനോണിക്കൽ എൻസംബിളിൽ കടന്നു. അതിലും നമ്മൾ എന്ത് ചെയ്യാണ്, 3 സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള പാർട്ടീഷ്യൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ നമ്മൾ എന്ത് ചെയ്തു, മാക്സ്വെൽ ബോൾട്ട്സ്മാനിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ എന്താ പറയുക, മാക്സ്വെൽ ബോൾട്ട്സ്മാനിലുള്ള പാർട്ടീഷ്യൻ ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. Qn of Vt is equal to V raised to n divided by n factorial into lambda raised to 3n. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എന്ത് പാർട്ടീഷ്യൻ ഫംഗ്ഷൻ ഇൻ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഇക്വേഷൻ, മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ഇനി രണ്ടാളും കൂടി ബാക്കിയുണ്ട്, നമുക്ക് ഫെർമി ഡിറാക്കും ബാക്കിയുണ്ട്, അതേപോലെ തന്നെ ബോസൈൻസ്റ്റീൻ ബാക്കിയുണ്ട്. സോ നമുക്ക് കണ്ടുപിടിക്കാം, നമുക്ക് നേരത്തെ പോലെ തന്നെ പോകാം. സോ Qn of Vt എഴുതിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ Qn of Vt is equal to നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു, Qn of Vt is equal to എന്തായിരുന്നു, നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ, ഇവിടെ നമ്മൾ എന്ത്, നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ ഇൻറ്റു e raised to minus beta e ആണ് വന്നത്. സോ ദിസ് വിൽ ബി സമ്മേഷൻ ഓവർ ഐ, നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ g of ei കൊടുക്കുക നമുക്ക്, പിന്നെ e raised to minus beta ei വരുമ്പോൾ സമ്മേഷൻ ഓവർ e n e e. ഓക്കെ, നേരത്തെ എഴുതിയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്, അതായത് ഈ സാധനം എടുത്തുന്നുള്ളൂ, ഈ സാധനം അതേപോലെ എടുത്തിട്ട് അവിടെ എഴുതി, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ ഉണ്ട്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ നമുക്കറിയാം, ഇറ്റ് വിൽ ബി 1 or 0 ആണ്. നമ്മളെ എഫ് ഡിയിലാണെങ്കിൽ 1 or 0, ബോസൈൻസ്റ്റീൻ ആണെങ്കിൽ എന്തായാലും 1 ആണ്. സോ ജനറലി അത് 1 ആയിരിക്കും. സോ ഈ ടേം 1 ആയിട്ട് പൊക്കോളും. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ e raised to minus beta into സമ്മേഷൻ ഓവർ e n e e. ഇതാണ് നമുക്ക് കിട്ടുന്ന എന്ത്, നമുക്ക് കിട്ടുന്ന എന്താ പറയുക, പാർട്ടീഷ്യൻ ഫംഗ്ഷൻ. ഇതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന പാർട്ടീഷ്യൻ ഫംഗ്ഷൻ. ഇതിനെ ഇനി ഫർദർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഇവാലുവേറ്റ് ദിസ് പാർട്ടീഷ്യൻ ഫംഗ്ഷൻ പ്രൊവൈഡഡ് ദർ ഈസ് എ കൺസ്ട്രെയിൻറ്റ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റാൻ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമുക്ക് 2 കണ്ടീഷൻസ് ഉണ്ട് ഇവിടെ. ഒന്ന് സമ്മേഷൻ ഓവർ ഇ എൻ ഇ എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടണം, പിന്നെ എൻ ഇ ഇ എന്ന് പറയുന്ന ടോട്ടൽ എനർജി കിട്ടും വേണം. ഈ 2 കൺസ്ട്രെയിൻസ് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ദർ ഈസ് ആർ റെസ്ട്രിക്ഷൻസ് ഫോർ എക്സ്പാൻഡിങ്. ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ത് വരുന്നുണ്ട്, റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. ആ റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ പാർട്ടീഷ്യൻ ഫംഗ്ഷനെ ഫർദർ ആയിട്ട് സോൾവ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്, ചെയ്യാൻ പറ്റായികയൊന്നുമില്ല, പക്ഷെ എന്താണ്, വളരെ ഡിഫിക്കൽട്ടാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമ്മളത് അതിന് മെനക്കെടുന്നില്ല. സോ നമ്മൾ ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അതായത് ബോസൈൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സിലും അതേപോലെ തന്നെ എഫ് ഡി സ്റ്റാറ്റിസ്റ്റിക്സിലും canonical partition function ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ ദി canonical partition function. ഓക്കെ, ഇവിടെയാണ് ഗ്രാൻഡ് കാനോണിക്കൽ ഫംഗ്ഷന്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. കാരണം നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് ഇനി ഗ്രാൻഡ് കാനോണിക്കൽ എൻസംബിൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഗ്രാൻഡ് കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും, നമുക്ക് 3 സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ ആയിട്ടുള്ള Qn നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ബോസൈൻസ്റ്റീനിലും എഫ് ഡിയിലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡിറൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇങ്ങനത്തെ കേസുകളിലാണ് നമുക്ക് എന്ത് അഡ്വാൻറ്റേജ് വരിക, നമുക്ക് ഗ്രാൻഡ് കാനോണിക്കൽ എൻസംബിൾ ഉള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വരും. കാരണം ഗ്രാൻഡ് കാനോണിക്കൽ എൻസംബിൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസിൽ കാനോണിക്കൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദിസ് ഈസ് വൺ ഓഫ് ദോസ് കേസസ് ഇൻ വിച്ച് ഗ്രാൻഡ് കാനോണിക്കൽ എൻസംബിൾ ഹാസ് ആൻ അഡ്വാൻറ്റേജ് ഓവർ കാനോണിക്കൽ എൻസംബിളിനെക്കാളും അഡ്വാൻറ്റേജ് ആയിരിക്കും ഗ്രാൻഡ് കാനോണിക്കൽ ആയിരിക്കും. കാരണം ഗ്രാൻഡ് കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ നമുക്ക് ഏത് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ ദിസ് ഇക്വേഷൻ Qn of Vt ബോസൈൻസ്റ്റീനിലും അതേപോലെ തന്നെ ഫെർമി ഡിറാക്കിലും ഒബ്റ്റെയിൻ ചെയ്യാൻ എന്തായിരിക്കും, വളരെ കഷ്ടപ്പാടാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല, നമ്മൾ അത് അവിടെ വെച്ചിട്ട് ആക്ച്വലി നിർത്തുകയാണ്. ഓക്കെ, നൗ വി മൂവ് ഓൺ ടു നെക്സ്റ്റ് എൻസംബിൾ. നമ്മൾ മൂന്നാമത്തെ എൻസംബിളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈസ് ദി ഗ്രാൻഡ് കാനോണിക്കൽ എൻസംബിൾ. ഗ്രാൻഡ് കാനോണിക്കൽ എൻസംബിൾ. ഓക്കെ, സോ ഗ്രാൻഡ് കാനോണിക്കൽ എൻസംബിൾ ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, സോൾവ് ചെയ്യാം. ഗ്രാൻഡ് കാനോണിക്കൽ എൻസംബിൾക്ക് നമുക്ക് എത്തുമ്പോൾ ഗ്രാൻഡ് കാനോണിക്കൽ എൻസംബിളിലെ പാർട്ടീഷൻ ഫംഗ്ഷൻ
സീറ്റ. സീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സെഡ് വി ടി. നമ്മുടെ ഫുഗാസിറ്റി സെഡ്, പിന്നെ വി ഉണ്ട്, ടി ഉണ്ട്. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എൻ. അതൊക്കെ നമ്മൾ മുന്നേ എഴുതിയിട്ടുള്ളതാണ്. സെഡ് റേസ് ടു എൻ, ഫുഗാസിറ്റി റേസ് ടു എൻ, പിന്നെ ക്യു എൻ ഓഫ് വി കോമ ടി. ഓക്കെ, ഫുഗാസിറ്റി റേസ് ടു എന്നും അതേപോലെ തന്നെ നമ്മുടെ കനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ്റെ കൂടി കോമ്പിനേഷൻ ആണ് എന്ത് വരിക? നമ്മുടെ ഗ്രാൻഡ് കനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ വരിക. നമുക്ക് 3 സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് നോക്കാം. സോ ആദ്യം മാക്സ്വൽ ബോൾട്സ്മാൻ. ഓക്കെ, മാക്സ്വൽ ബോൾട്സ്മാൻ നോക്കാം. മാക്സ്വൽ ബോൾട്സ്മാനിലുള്ള ക്യു എൻ ഓഫ് വി ടി നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. ക്യു എൻ ഓഫ് വി ടി ഇൻ മാക്സ്വൽ ബോൾട്സ്മാൻ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? 1 by n factorial v raised to n divided by lambda raised to 3n. Okay, so നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So it will be equal to q of vt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v raised to n divided by n factorial into lambda raised to 3n. lambda raised to 3n ആണ് എന്ത് വരിക? നമ്മളെ q n വരിക ഇൻ മൈക്രോ അല്ല, മാക്സ്വൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരിക. സോ നമ്മളെ ഗ്രാൻഡ് കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ വരും. ഗ്രാൻഡ് കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു summation over n fugacity raised to n v raised to n divided by n factorial into lambda raised to 3n. Okay, lambda raised to 3n വരും. Okay, നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. Now which will be equal to നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. സോ ഇ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ നോക്കാം. ഇ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എക്സ് റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ ആണ്. സോ നമുക്ക് ഈ ടേമിനെ കംപ്ലീറ്റ്ലി ഒന്ന് മാറ്റി എഴുതാം. സോ ദിസ് വിൽ ബി സമ്മേഷൻ ഓവർ എൻ സെഡ് വി ഡിവൈഡഡ് ബൈ ലാംഡ ക്യൂബ് all raised to n divided by n factorial. ഇങ്ങനെ എഴുതുന്നത് കുഴപ്പമില്ല. ഓക്കെ, സോ ദിസ് ഈസ് ഓഫ് ദ ഫോം. ഈ രണ്ട് ഫോം സെയിം ആണ്. ഈ റേസ് ടു എക്സിൻ്റെ ഈ ഫോം എന്താണ്? സെയിം ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എൻ എക്സ്പോണൻഷ്യൽ ടേം. എക്സ്പോണൻഷ്യൽ ടേം ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ ദെർഫോർ ഗ്രാൻഡ് കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ which is a function of z, v and t is given by summation ഒക്കെ പോയി ബാക്കി എന്തുള്ളൂ? എക്സ്പോണൻഷ്യൽ zv by lambda cube അല്ലേ? എക്സ്പോണൻഷ്യൽ zv by lambda cube വരും. Okay, zv by lambda cube. Okay, so this is the grand canonical partition function in Maxwell-Boltzmann statistics. Maxwell-Boltzmann statistics ഉള്ള grand canonical partition function എന്ത് ചെയ്തു? നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. Okay, now നമുക്ക് രണ്ടാമത്തെ സ്റ്റാറ്റിസ്റ്റിക്സിൽ പോകാം. ബോസ്-ഐൻസ്റ്റീനിലേക്ക് പോകാം. ഓക്കെ, ബോസ്. കാരണം ഇതിപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാൻഡ് കാനോണിക്കലിൽ നമുക്ക് ഒരു പാർട്ടിക്കിളിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിന് തെർമോഡൈനാമിക്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ പാർട്ടീഷൻ ഫംഗ്ഷൻ കിട്ടണം, അവിടുത്തെ ക്യൂ പൊട്ടൻഷ്യൽ കിട്ടണം അല്ലേ? അപ്പോൾ നമ്മൾ ഓരോ സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള പാർട്ടീഷൻ ഫംഗ്ഷനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഇനി ബോസ്-ഐൻസ്റ്റീനിലേക്ക് പോകാം. ബോസ്-ഐൻസ്റ്റീനിൽ നമുക്ക് ക്യു എൻ ഓഫ് വി ടി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഡിഫിക്കൽട്ടി അവിടെ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇക്വേഷൻ തന്നെ എടുക്കാം. സമ്മേഷൻ ഓവർ all the states e raised to minus beta into summation over e n e വരും. ഓക്കെ, ഇതാണ് നമുക്കുള്ള എന്ത്? നമ്മളെ ക്യു എൻ ഓഫ് വി ടി നമ്മൾ നേരത്തെ ഒബ്റ്റെയിൻ ചെയ്ത ഇക്വേഷൻ. എവിടെയാണ് നമ്മൾ നേരത്തെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഇക്വേഷൻ? ഓക്കെ, സോ നമ്മളെ ഗ്രാൻഡ് കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ വരും സീറ്റ is equal to theta of zvt. Theta is equal to വരും summation over n fugacity raised to n into summation over all the states summation over all the states
e raised to minus beta summation over epsilon n epsilon വരും. Okay, so this can be written as summation over n. Now look at this term, summation over n, പിന്നെ ഇവിടെ ഒരു summation ഉണ്ട്, ഈ summation കൂടി പുറത്ത് കൊടുത്തു, summation n epsilon കൊടുത്തു. Now z raised to n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്, അതായത് n1 plus n2 plus n3 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ this is actually z raised to n1 into z raised to n2 into z raised to n3, അതിന്റെ ഒക്കെ സമ്മേഷൻ ആണ് എന്ത് z raised to n പറഞ്ഞു കഴിഞ്ഞാൽ. Okay, so this can be written as ആ ഫുഗാസിറ്റിയുടെ ടേംസിനെ പറയുന്നത് it will be a product of epsilon of എന്തായിരിക്കും z raised to n ആയിരിക്കും അല്ലേ. കാരണം ആദ്യം n-ന് n1 വരും, പിന്നെ n2 വരും, n3 വരും, അതിനൊക്കെ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് ഈ z raised to n കിട്ടുന്നത്. ഓക്കെ, സോ ആ z raised to n നമ്മൾ ഇങ്ങനെ എഴുതി, ഈ രീതിയിൽ എഴുതി, z raised to n ആക്കിയിട്ട് നമ്മൾ എഴുതി, ഇൻറ്റു നൗ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ സമ്മേഷൻ. നമ്മൾ ഈ ടേമിനെ നമ്മൾ പ്രൊഡക്റ്റ് ആക്കിയിട്ട് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതുന്നത്. സോ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് മാറ്റി എഴുതാം. സോ product of epsilon product of epsilon into e raised to minus beta epsilon raised to n epsilon. ഓക്കെ, ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ നോട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സാമ്പിൾ സഹിതം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, now let us combine these two. ഈ രണ്ട് സമ്മേഷനും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, രണ്ട് സമ്മേഷൻ കൂടി കമ്പൈൻ ചെയ്തിട്ട് n1 n2 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. and let us combine these two products, ആ രണ്ട് പ്രൊഡക്ട്സിനെ കമ്പൈൻ ചെയ്തിട്ട് pi over epsilon z raised to n e raised to minus beta epsilon raised to n epsilon വരും. ഓക്കെ, e raised to n epsilon വരും. ഓക്കെ, ഈ n epsilonന്റെ വാല്യൂ ആണ് എന്ത് വരുന്നത്, n1 n2 n3 എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. സോ നമുക്ക് അവരെ വാല്യൂസ് ആയിട്ട് നമുക്ക് കൊടുത്തു നോക്കാം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ n1 n2. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം n-ന് വാല്യൂ കൊടുത്തു നോക്കാം അല്ലേ. n-ന് വാല്യൂ കൊടുക്കുമ്പോൾ ഓക്കെ, ആക്ച്വലി അതിന് മുന്നേ ഇക്വേഷൻ നമുക്ക് ജസ്റ്റ് മാറ്റി എഴുതാം. ഇറ്റ് ഈസ് സമ്മേഷൻ n1 n2 പ്രൊഡക്റ്റ് ഓവർ എപ്സിലോൺ, സെഡിന് കൂടെ ഉള്ളിൽ എടുക്കാമല്ലോ, സെഡ് e raised to മൈനസ് ബീറ്റ എപ്സിലോൺ n epsilon, കാരണം എല്ലാവരും ഒരേ സമ്മേഷനിൽ തന്നെ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ഓക്കെ, നമുക്ക് പ്രൊഡക്റ്റ് എടുത്ത് നോക്കാം. സോ സമ്മേഷൻ ഓവർ ഫസ്റ്റ് ടേം e raised to z e raised to മൈനസ് ബീറ്റ എപ്സിലോൺ raised to n-ന് ആദ്യം എന്ത് കൊടുത്തു, n1 കൊടുത്തു. now സെക്കൻഡ് ടേം z e raised to മൈനസ് ബീറ്റ എപ്സിലോൺ n-ന് n2 കൊടുത്തു, ഇൻറ്റു എക്സെട്ര. ഓക്കെ, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അല്ലേ, n-ന് n1 n2 n3 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. now നമുക്ക് എന്ത് എഴുതാൻ പറ്റും, which can be written as ഇതിനിപ്പോൾ എങ്ങനെ ഇപ്പോൾ സോൾവ് ചെയ്യും, ഇവിടെ സമ്മേഷൻ n1 n2 അങ്ങനെയല്ലേ വരുന്നത്. സോ ഈ സമ്മേഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുക്കാം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ n1 z e raised to മൈനസ് ബീറ്റ എപ്സിലോൺ n1. now അടുത്ത ആൾക്ക് സമ്മേഷൻ ഓവർ n2 z e raised to മൈനസ് ബീറ്റ എപ്സിലോൺ n2. now n3 ഉണ്ടെങ്കിൽ സമ്മേഷൻ n3 z e raised to മൈനസ് ബീറ്റ എപ്സിലോൺ raised to n3 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, now നമുക്ക് അറിയാവുന്ന ഒരു റിലേഷനാണ് സമ്മേഷൻ ഓവർ n t raised to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, it is 1/1 minus t. ഓക്കെ, 1/1 minus t ആണ്. സോ which will be equal to സോ ഇവിടെ t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേം ആണ് അല്ലേ, t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേം ആണ്. സോ ആ ടേമിനെ എങ്ങനെയാണ് നമുക്ക് 1/1 minus z e raised to minus beta epsilon
beta epsilon. So ഇതിപ്പോൾ ബീറ്റ എപ്സിലോൺ വരും. ബീറ്റ എപ്സിലോൺ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ n1 പാർട്ടിക്കിൾസിന് E1 എനർജിയാണ്. സോ ദിസ് ഈസ് E1. ദിസ് ഈസ് E1. ഓക്കെ. n2 പാർട്ടിക്കിൾസിൻ്റെ എനർജി E2 ആണ്. സോ ദിസ് ഈസ് E2. ആൻഡ് n3 പാർട്ടിക്കിൾസിൻ്റെ എനർജി E3 ആണ്. സോ ഇവിടെ എന്ത് വരും? ഇവിടെ E1 വരും. ഓക്കെ. Now second term 1 by 1 minus z raised to minus beta epsilon 2 വരും. And third term 1 by 1 minus z raised to minus beta E3 വരും into etc. And now ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ടേം ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് ഈ t less than 1 ആണെങ്കിൽ മാത്രമാണ് കേട്ടോ. t less than 1 ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ കണ്ടീഷൻ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കേസും കൂടി ഉണ്ട് അതിൽ കേട്ടോ. സോ നമുക്ക് ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാം. പ്രൊഡക്റ്റ് എപ്സിലോൺ 1 by 1 minus z raised to minus beta epsilon വരും അല്ലേ? ദിസ് ഈസ് ദി ഗ്രാൻഡ് കാനോണിക്കൽ. ദിസ് ഈസ് ദി ഗ്രാൻഡ് കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ. അതാണ് നമുക്ക് കിട്ടുന്നത് ഗ്രാൻഡ് കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ ഇൻ ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ കിട്ടുന്ന ഗ്രാൻഡ് കാനോണിക്കൽ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ t ലെസ് ദാൻ 1 ആകുമ്പോൾ മാത്രമേ നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ രീതിയിൽ നമുക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ ഒരു എക്സ്ട്രാ റെസ്ട്രിക്ഷൻ കൂടി വരും. അപ്പോൾ e റേസ് ടു മൈനസ് ബീറ്റ ഇ മസ്റ്റ് ബി ലെസ് ദാൻ 1 ആയിരിക്കണം. ഓക്കെ. ലെസ് ദാൻ 1 ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈക്വേഷൻ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. കാരണം ഇവിടെ t ലെസ് ദാൻ 1 ആകുമ്പോൾ മാത്രമാണ് നമുക്കുള്ളൂ ഈ ഈക്വേഷൻ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. അതേപോലെ തന്നെയാണെങ്കിൽ ഇവിടെ ഈ z റേസ് ടു മൈനസ് ബീറ്റ എന്തായിരിക്കണം, ലെസ് ദാൻ 1 ആയിരിക്കണം. ഓക്കെ. സോ കുറച്ചൊരു കോംപ്ലിക്കേഷൻ അല്ല, കുറച്ചൊരു ഒരു തിരിപ്പിക്കുന്ന ഒരു ഡെറിവേഷൻ ആണ്. പക്ഷെ സംഗതി എളുപ്പമാണ്, വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ജസ്റ്റ് നമ്മൾ Q നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതിനെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതി, പ്രൊഡക്ട്സിനെ കമ്പയർ ചെയ്തു, അതിനെ എക്സ്പാൻഡ് ചെയ്തു. നമ്മൾ എവിടെയാണ് E1 കൊടുക്കുന്നത്, എവിടെയാണ് N1 കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ. നൗ സിമിലർലി ഇൻ ഫെർമി-ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്, മൂന്നാമത്തെ ഇൻ ഫെർമി-ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്. ഫെർമി-ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിൽ എളുപ്പമാണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. കാരണം ഇവിടെ വരുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0 ആണ് എന്ത് വരുന്നത്, നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ വരില്ല. സോ ഇതേ ചെയ്തപ്പോൾ അതേ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും അല്ലേ. ഇപ്പോൾ ചെയ്തിട്ടുള്ള സിമിലർ ആയിട്ടുള്ള സെയിം ഫോർമാറ്റ് നമുക്ക് വരും. അപ്പോൾ സിമിലർ ആയിട്ട് വരും. വെയിറ്റ് ഫാക്ടർ 1ഉം 0 ആണ് വരിക. ഓൺലി ഡിഫറൻസ് ഈസ് എന്താണ് ഫെർമി-ഡിറാക്കും ബോസ്-ഐൻസ്റ്റീനും തമ്മിൽ എന്ത് വ്യത്യാസം വരിക, ബോസ്-ഐൻസ്റ്റീനിലാവുമ്പോൾ ഇവിടെ N1 N2 എന്നൊരു റെസ്ട്രിക്ഷൻ ഇല്ല. ഒരു ലെവലിൽ എത്ര പാർട്ടിക്കിൾസിനെ വേണം എന്ത് ചെയ്യാൻ പറ്റും, അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫെർമി-ഡിറാക്ക് ആകുമ്പോൾ അവിടെ എന്താണ്, എയ്തർ 1 or 0, ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0, അല്ലാതെ എന്ത് പറ്റില്ല, വേറെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളെ ഇക്വേഷൻ എടുക്കുക. സോ നമ്മളെ z raised to minus beta 1, സോ നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുക. ഓക്കെ. സോ ഇതുവരെ നമ്മൾ അതേപോലെ എത്തിയെന്ന് വിചാരിക്കുക, അത് നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ 1 and 2 നമ്മൾ ചെയ്തു വന്നിട്ട് ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതി നോക്കാം. നമ്മുടെ ഗ്രാൻഡ് കാനോണിക്കൽ വെയിറ്റ് ഫാക്ടർ അല്ലെങ്കിൽ ഗ്രാൻഡ് കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ theta z vt will be is equal to summation n1 n2 etc. summation n1 n2 etc. z e raised to minus beta e1 raised to n1 പിന്നെ z e raised to minus beta e2 raised to n2 എക്സെട്ര അങ്ങനെ പോകുന്നുണ്ട്. ഇതിൽ നമ്മളെ നേരത്തെ ഇക്വേഷൻ വന്നത്, അതായത് ഈ ഇക്വേഷൻ. ഓക്കെ. ഈ ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ എടുത്തുള്ളത്. ഓക്കെ. പിന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്തത്, പിന്നെ നമ്മൾ N1 N2 സെപ്പറേറ്റ് സമ്മേഷൻ കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഇവിടെ N1 N2 സെപ്പറേറ്റ് സമ്മേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സമ്മേഷൻ ഓവർ N1 ഫസ്റ്റ് ടേമിന് z റേസ് ടു മൈനസ് ബീറ്റ E1 N1, സെക്കൻഡ് ടേമിന് സമ്മേഷൻ ഓവർ N2 z റേസ് ടു മൈനസ് ബീറ്റ E2 N2 അങ്ങനെ കൊണ്ടിരിക്കും. പക്ഷേ
ഇവിടെ ഈ n1 n2 ഏത് വാല്യൂസ് ഒക്കെ ഉണ്ടാവുക? നേരത്തെ ബോസ്-ഐൻസ്റ്റീനിലാണെങ്കിൽ ഒരു ലെവലിൽ ഒരു പാർട്ടിക്കിൾസിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നില്ല. എത്ര പാർട്ടിക്കിൾസിന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ ഇവിടെ എന്ത് പറ്റില്ല, അത് പറ്റില്ല. സോ n1 ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1. ഒരു ലെവലിൽ ഒന്നെങ്കിൽ പാർട്ടിക്കിൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും, അത്ര മാത്രമേ പറ്റുള്ളൂ. സോ n1 can have 0 or 1, n2 can have 0 or 1, അങ്ങനെ വരുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ 0 കൊടുത്ത് വിചാരിക്കുക. 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റേഷ്യോ 0 വരും. സോ ഫസ്റ്റ് ടേം എന്തായിട്ട് പോകും, 1 ആയിട്ട് പോകും. ഇനി 1 കൊടുത്തു കഴിഞ്ഞാൽ 1 കൊടുത്ത് നമുക്ക് കിട്ടും, ഇവിടെ 1 വരും. സോ നമുക്ക് കിട്ടും z e raised to minus beta e1 വരും. ഓക്കെ, സെക്കൻഡ് ടേമിൽ ഇതേപോലെ തന്നെ n2 ഒന്നെങ്കിൽ 0 വരാം അല്ലെങ്കിൽ 1 വരാം. 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, മൊത്തത്തിൽ 1 ആയിട്ട് പോകും. 1 കൊടുത്തു കഴിഞ്ഞാൽ z e raised to minus beta e2 വരും. അങ്ങനെ ഓരോ ടേംസ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഗ്രാൻഡ് കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഗ്രാൻഡ് കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ which is a function of z v and t will be is equal to is the product of epsilon over എന്തൊക്കെയായിരിക്കും 1 plus z e raised to minus beta epsilon. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്നത് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള നമുക്ക് എന്ത് കിട്ടിയത്, ഗ്രാൻഡ് കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ കിട്ടിയത്. അപ്പോൾ നമുക്ക് കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ ബോസ്-ഐൻസ്റ്റീനിലും ഫെർമി ഡിറാക്കിലും ഒന്നും നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഗ്രാൻഡ് കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും, നമുക്ക് ഈസിലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ നമുക്ക് ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി വൃത്തിക്ക് ആക്ച്വലി എഴുതാൻ പറ്റും. നൗ അതിന് മുന്നേ നമുക്ക് ഒന്നുകൂടി ഒരാളും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ആക്ച്വലി നമുക്ക് ഗ്രാൻഡ് കാനോണിക്കലിലാണെങ്കിൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഗ്രാൻഡ് കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷനും അതേപോലെ തന്നെ ഒരാളും കൂടി ഉണ്ട്, എന്താണ് ക്യൂ പൊട്ടൻഷ്യൽ. ക്യൂ പൊട്ടൻഷ്യലും എന്താണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. സോ ക്യൂ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് PV/KT. നമ്മൾ മുന്നേ ഡിറൈവ് ചെയ്തുള്ള ഇക്വേഷൻ ആണ്, which is equal to log of grand canonical partition function. Okay, so which will be equal to grand canonical partition function, which will be equal to നമുക്ക് ഫെർമി ഡിറാക്കിന്റെയും അതേപോലെ തന്നെ ബോസ്-ഐൻസ്റ്റീനും അതാണല്ലോ ക്വാണ്ടം സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ അതിന് രണ്ടിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. നമുക്ക് ക്യൂ പൊട്ടൻഷ്യൽ ക്യൂ വിൽ ബി ഈക്വൽ ടു മൈനസ് പ്ലസ് സമ്മേഷൻ ഓവർ എനർജി ലോഗ് 1 മൈനസ് പ്ലസ് ഫുഗാസിറ്റി e raised to minus beta e. Okay, where first term മൈനസ് വരുന്നത് ഫോർ ബോസ്-ഐൻസ്റ്റീനും ആൻഡ് പ്ലസ് വരുന്നത് ഫോർ ഫെർമി ഡിറാക്കും. ഓക്കെ, സോ ഇതാണ് നമ്മൾ എന്ത് വരിക, നമ്മളെ ക്യൂ പൊട്ടൻഷ്യൽ വരിക. ഓക്കെ, കറക്റ്റ് ആയിരിക്കും, കാരണം ലോഗ് സെഡ് വരുമ്പോൾ നമ്മൾ സെഡിൻ്റെ ഇക്വേഷൻ വെച്ച് കമ്പയർ ചെയ്താൽ മതി. ബോസ്-ഐൻസ്റ്റീനിൽ വരുന്നത് 1/1 മൈനസ് ആണ് വരുന്നത്, 1/1 മൈനസ് ആണ് വരുന്നത്. സോ ലോഗ് എടുക്കുമ്പോൾ നമ്മളവിടെ കൊടുക്കുന്നുണ്ട് എന്ത്, ഒരു മൈനസ് കൊടുക്കുന്നുണ്ട്. സോ ലോഗ് റേസ്റ്റ് മൈനസ് എന്നുള്ളപ്പോൾ 1/8 കറക്റ്റ് വന്നോളും. പിന്നെ മറ്റേതാകുമ്പോൾ പ്ലസ് ആണ്, പ്ലസ് ആകുമ്പോൾ പ്ലസ് ആയിട്ട് തന്നെ നമ്മൾ ഫെർമി ഡിറാക്കിൽ കൊടുക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ക്യൂ പൊട്ടൻഷ്യൽ കിട്ടി. ഓക്കെ, ക്യൂ പൊട്ടൻഷ്യൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസിലി നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ തെർമോഡൈനാമിക്സ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇതിന് ഒന്നുകൂടി ജനറൽ ആയിട്ട് എഴുതാൻ പറ്റും. ക്യൂ പൊട്ടൻഷ്യൽ ഇൻ ജനറൽ നമുക്ക് മാക്സ്വെൽ ബോൾട്സ്മാനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാം. Q of z, v, t is equal to 1/a into summation over energy log 1 plus a fugacity e raised to minus beta epsilon. Okay, for a is equal to 0 for Maxwell Boltzmann, a is equal to -1 for Bose-Einstein, and a is equal to 1 for Fermi Dirac. Okay, so ഈ equation കിട്ടിയാൽ മതി. Okay, so equation കിട്ടിയാൽ മതി. Okay, so this is the general equation for Q potential. Q potential general equation ആണ്. Now നേരത്തെ പറഞ്ഞ പോലെ തന്നെ a tends to 0 ആണ് മാക്സ്വൽ ബോൾട്സ്മാൻ. മറ്റേ രണ്ടും പ്ലസും മൈനസും കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി കിട്ടും. പക്ഷേ മാക്സ്വൽ ബോൾട്സ്മാനിൽ a tends to 0 ആണ്. സോ നമ്മൾ ആദ്യം log 1 plus x എക്സ്പാൻഡ് ചെയ്ത് അതിലത്തെ ഫസ്റ്റ് ടേം മാത്രം എടുത്ത് എന്നിട്ട് എക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നേരത്തെ ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ,
Now Q potential obtain ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആവറേജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആവറേജ് നമ്പർ ഓഫ് n ഡാഷ് ഈസ് ഈക്വൽ ടു എന്താണ്, ഫുഗാസിറ്റി z ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ z ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ക്യൂ നമുക്കുള്ള ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. ഇട്ട് കൊടുക്കുക, ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ സോൾവിങ് ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ആവശ്യത്തിന് വെട്ടിക്കളയുക, അത്രയേ ഉള്ളൂ. ഓൺ സോൾവിങ് നമുക്ക് എന്ത് കിട്ടും, സോൾവ് ചെയ്യുമ്പോൾ കിട്ടുക, ഓൺ സോൾവിങ് n dash is equal to summation z e raised to minus beta epsilon divided by 1 plus a z e raised to minus beta epsilon ഇങ്ങനെ കിട്ടും. ഓക്കെ, ഈ z e raised to minus beta epsilon ആയിട്ട് മോഡൽ താഴത്തൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി വൃത്തിയുള്ള ഇക്വേഷൻ കിട്ടും. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1 by, പിന്നെ ഈ 1 by വരുമ്പോൾ മൈനസ് വരും. സോ z raised to minus 1 e raised to beta epsilon plus a, പിന്നെ z by ഇത് വരുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പൊക്കോളും, സമ്മേഷൻ. ഓക്കെ, സോ ഇതാണ് നമുക്ക് വരുന്നത് n ഡാഷ് വരുന്നത്. നമുക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ, ഈസിലി നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ആവറേജ് എനർജി ഇ ഡാഷും കിട്ടും. ഇ ഡാഷ് ബേസിക്കലി മൈനസ് ഡോ ക്യൂ ബൈ ഡോ ബീറ്റ, കഴിഞ്ഞാൽ ഇ ഡാഷ് കിട്ടും. അതും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എപ്സിലോൺ ഡിവൈഡഡ് ബൈ z e raised to minus 1 e raised to beta epsilon plus a വരും. e raised to beta epsilon plus a വരും. അതായത് n ഡാഷും ഇയും തമ്മിൽ ആകെ ഒരു എപ്സിലോണിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഈ ഇക്വേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ നോക്കുക, ജസ്റ്റ് നമ്മൾ ക്യൂ പൊട്ടൻഷ്യൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഫെർമി-ഡിറാക് എന്താ പറയുക, ഗ്രാൻഡ് കാനോണിക്കൽ എൻസംബിളിലുള്ള പാർട്ടീഷൻ ഫംഗ്ഷൻ 3 സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡിറൈവ് ചെയ്യുന്നത്. ഏതൊരു കൊല്ലം എസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈസിയാണ്, വളരെ ഈസിയാണ്. ജസ്റ്റ് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിലി ചെയ്യാൻ പറ്റും. പക്ഷേ ചില അസംഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആ എക്സ്പോണൻഷ്യൽ സമ്മിനെ പ്രൊഡക്റ്റ് ആക്കണത്, അങ്ങനെ പ്രൊഡക്റ്റ് ആക്കണ കുറച്ച് സാധനങ്ങൾ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈസിലി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് എന്താണ് ആൻസർ കിട്ടുക എന്നുള്ളതിനെ പറ്റി ധാരണ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിലൊരു കുഞ്ഞു ടോപ്പിക് കൂടി ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഓക്യുപ്പേഷൻ നമ്പർ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.